പെർഫെക്റ്റ്. തുടക്കത്തിലെ അവരോട് എത്തിച്ചുകൊണ്ട് മാറാൻ അവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. വഴി വിട്ടുപോകുന്നു തോന്നിയെടുത്തു നിന്നാണ് നമ്മൾ അവരെ തിരിച്ചുകൊണ്ട് വന്നത്. എനിക്ക് ഉറപ്പായിരുന്നു നിനക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ഇത്ര ദൂരമായിരുന്നിട്ടും നിന്റെ അടുത്ത് തന്നെ വന്നത്. നമ്മളെ പോവല്ലേ? ഇപ്പൊ ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വാ, അവരവിടെ ഉണ്ട്. അമ്മേ, അമ്മേ. മോള് വിളിക്കുന്നു, ഞാൻ വിളിക്കാം. ഈ നിലവിളക്ക് കരിന്തിരി കത്തുന്നത് കാണാതെ അമ്മ ഇവിടെ എന്തെടുക്കുമായിരുന്നു? നീ തറവാട്ടിൽ പോയിട്ട് ഇപ്പോഴല്ലേ വന്നത്? എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ടായിരുന്നു. നീ ഒന്ന് പോയ എന്നെ പഠിപ്പിക്കാതെ. എന്തൊരു മഴ. മോളെ ചെറിയച്ഛന് തോർത്തെടുത്ത് കൊടുത്തേ. മോളെ ഈ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ചേക്ക്. ഗിരിശിരിക്കും. എടുത്ത് ആ ഫോണും തന്നെ. ബേസ് ക്യാമ്പിലേക്ക് വിളിച്ച് ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാ. ഹലോ, അജയ് സാറിനൊന്ന് കണക്ട് ചെയ്യൂ. ഹലോ. ഹലോ സാർ. സാർ എനിക്ക് ലീവ് ഒന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമായിരുന്നു. വീട്ടിൽ കുറച്ച് അതെ സാർ. ഓക്കെ. ശരി സാർ, ഞാൻ മെയിൽ ചെയ്യാം. ഓക്കെ സാർ. കുറെ നേരമായി ഒരു നമ്പറിൽ നിന്ന് കോള് വരുന്നു. ആരായിട്ടത്തി? ഇത് എൻ്റെ കൂടെ പഠിച്ച ഷാരിയാ. എന്നാ ശരി. പൂജ, എന്തു പറ്റി? ഇങ്ങനെ ഡെസ്പായാലോ? വാ വാന്ന്. നടക്കൂ. അയ്യോ, ഇപ്പോഴോ? എന്നാ ഫോൺ വെക്കട്ടെ. അമ്മേ, എന്താ മോളെ? പിള്ളേരെ പോലെ സെൽഫി എടുത്ത് കളിക്ക. ഞാനൊരു സെൽഫി എടുക്കട്ടെ, എന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണ്ടേ? എന്റെ അമ്മ അല്ലേലും സുന്ദരിയല്ലേ, അതിന് സെൽഫി എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ മൊബൈലിൽ സെൽഫി എടുത്ത് ആസ്വദിക്കുന്നവരുടെ ചിത്രങ്ങളാ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിക്കുന്നത്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ബിനുവിന്റെ അമ്മ ഇതുപോലെ ആർക്കോ സെൽഫി എടുത്ത് അയച്ചു കൊടുത്തതാ. അതിപ്പോ വേണ്ടാത്ത രീതിയിലാ പ്രചരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അമ്മ വന്നേ, എനിക്ക് വിശന്നിട്ട് വയ്യ. വാ. ഞാൻ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട് മോളെ, പോയി കഴിക്കേ. അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ. പൂജ, ഈ വിഷയം ഗൗരവമുള്ളതാണ് കേട്ടോ. എനിക്കെൻ്റെ അമ്മയെ തിരിച്ചു വേണം, പഴയതുപോലെ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പൂജ പറഞ്ഞതുപോലെ അമ്മയുടെ കൈപ്പുണ്യ അപാരം തന്നെ. താങ്ക്സ്. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കൊണ്ടിരിക്കുക. ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചൂടെ? എത്ര നാളായി ടീച്ചറെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ദേ അമ്മേ, ടാങ്ക് നിറഞ്ഞ് വെള്ളം വീഴുന്നു. ഞാനൊന്ന് മോട്ടർ ഓഫ് ചെയ്തിട്ട് വരാം.
അയ്യോ പൂജ പൂജ അയ്യോ എന്തെങ്ങനെ മാറി എന്താ അമ്മേ? എന്റെ ഫോൺ എങ്ങനെയാ മാറിയത്? നോക്കട്ടെ. അയ്യോ, ഇത് അനന്ത ടീച്ചറിന്റെ ഫോണാ. ഹലോ ഹലോ. ആ ടീച്ചർ, ഫോൺ മാറിയെടുത്തോ? അത് അമ്മയുടെ ഫോണാ. ഇനിയൊരു കാര്യം ചെയ്യ്, അമ്മയുടെ ഫോൺ കൊടുത്തേ. ആ അമ്മേ, ദേ അനന്ത ടീച്ചറാ, അമ്മയോട് സംസാരിക്കണമെന്ന്. ഹലോ. ഹലോ, എനിക്ക് പൂജയുടെ അമ്മയെ നേരിട്ട് കാണണമല്ലോ. ഓക്കെ. എപ്പോഴാ ഫ്രീ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? എന്താ എൻ്റെ ഗൗരിക്ക് പറ്റിയത്? നിനക്ക് ഞാനില്ലേ, വിഷമിക്കണ്ട. ഈ വീട്ടിൽ വന്നതിന് ശേഷം മനസമാനത്തോടെ ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടുണ്ടോ? വാ, നമുക്ക് തറവാട്ടിലേക്ക് പോവാം.